ഇപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന റോട്ടിൽ കൂടി അങ്ങോട്ട് മുന്നോട്ട് നടന്നെങ്കിലാണ് നമ്മൾ പഴനി അമ്പലത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പം റൂമിൻ്റെ അടുത്തുനിന്ന് രണ്ട് സൈഡിലും നിറയെ കടകളാണ്. അത് ഇപ്പോൾ ഈ ഓരോ സ്ഥലം കേന്ദ്രീകരിച്ചാണ് അവരിപ്പോൾ ഇങ്ങനെ കച്ചവടങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ വള, മാല അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് ഇപ്പോൾ അവിടെ വിൽക്കുന്നത്. അന്നേരം നമ്മളൊരു കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്, കടയിലേക്ക് കയറിയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ പോലെ അല്ല. പഴനിയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്, ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പം നമുക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കടകളൊന്നും ഇല്ല. അപ്പം നമ്മൾ വെള്ളം മേടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയുമില്ല. പിന്നെ പഴനി മലയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ദേവസ്വം ബോർഡിൻ്റെ വെള്ളമുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുപ്പിവെള്ളം തന്നെ കൊണ്ടുപോകണം. അതിന് ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, അല്ലാതെ മൊബൈൽ മാത്രമേ അങ്ങോട്ട് കയറ്റാതിരിക്കുകയുള്ളൂ. അപ്പം കടയിലും തിരക്കായതുകൊണ്ട് അവർക്ക് സാധനങ്ങൾ കൊടുക്കാൻ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇച്ചിരി നേരം നിൽക്കാൻ പറഞ്ഞു. ഈ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഇതെന്ന് പറഞ്ഞ വണ്ടി അങ്ങോട്ട് കയറ്റാതിരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് അത് ബ്ലോക്ക് ചെയ്ത് ഇട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊന്നും നമ്മുടെ പുറത്തുനിന്നുള്ള വണ്ടികളൊന്നും അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എത്ര തിരക്കുണ്ടെങ്കിലും നല്ല രീതിയിൽ നടന്നു പോകാൻ പറ്റും. പിന്നെ പണ്ടത്തെ പോലെയൊന്നുമല്ല, പഴനി മല നല്ല നീറ്റാണ്. അവിടെ എപ്പോഴും തിരുപ്പതി ദേവസ്ഥാനം പോലെ നല്ല രീതിയിലെല്ലാം എപ്പോഴും അവിടെ ക്ലീനിങ് ചെയ്ത് റെഡിയാക്കും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വെള്ളമൊക്കെ കിട്ടി. അതിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയാണ് ഇനി നിൽക്കുന്നത്. പൈസ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം, ദർശനത്തിന് അങ്ങോട്ട് പോകാം. അവിടെ തിരക്കായതുകൊണ്ടാണ് ആ ഒരു ആൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ബാലൻസ് നമുക്ക് പൈസ കിട്ടി. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഈ കാണുന്ന അഴിയാണത്, അതുവഴിയാണ് നമ്മളങ്ങോട്ട് കയറി പോകുന്നത്. ബസ്സും വണ്ടികളൊന്നും പോകാതിരിക്കാൻ വേണ്ടി അവർ ബ്ലോക്ക് ചെയ്തിട്ടേനാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ഇടത്ത് സൈഡിൽ ഒരു നല്ലൊരു ഇതാണ്. നമ്മുടെ ഇപ്പോൾ മൊബൈലിലായതുകൊണ്ടാണ് അത് കിട്ടാത്തത്. നല്ലൊരു ഒരു മലയാണ് അവിടെ. അത് കോടയൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിരുന്നു. ഇത് കാണാൻ പറ്റും, നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും നല്ല ഭംഗിയാണ്. നമ്മുടെ മൊബൈലിലായതുകൊണ്ടാണ് അതുപോലെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കിലോമീറ്ററത്തോളം നമുക്ക് നടന്നെങ്കിൽ മാത്രമേ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു കിലോമീറ്റർ നടക്കാണ്ട്. നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല തീ വെയിലാണ് നമുക്കിപ്പോൾ അവിടെ അനുഭവപ്പെടുന്നത്. മഴയെന്ന് പറഞ്ഞാൽ മഴ ഇല്ല അവിടെ. നമ്മുടെ കേരളത്തിലാണ് മഴയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് നടക്കാം. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ നടന്ന സമയത്തൊന്നും നമുക്ക് വണ്ടിയൊന്നും ഇവിടുന്ന് അങ്ങോട്ടില്ല. അത് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കണതുകൊണ്ട് പകുതി വരെ വന്നിട്ട് അവർ തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെയാണ് നമ്മളവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോകാമായിരുന്നു അങ്ങോട്ട്. ഇപ്പോൾ അത് ഓട്ടോറിക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പഴനി മലയുടെ അടിവാരത്തേക്ക് നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ കാണുന്ന ഇലക്ട്രിക് വണ്ടികളാണ് അവിടെ ഇപ്പോൾ ഭക്തരെ കൊണ്ട് പോകുന്നത്. അത് 5 മിനിറ്റ് പോലും വേണ്ട, ഓരോ സെക്കൻഡ് ഇടവിട്ട് പഴനി ദേവസ്ഥാനത്തിൻ്റെ ഇലക്ട്രിക് കാറുകൾ വരുന്നുണ്ട്. ഏകദേശം 50ഓളം ഇലക്ട്രിക് ബസ്സുകളാണ് ഭക്തർക്ക് വേണ്ടി അവിടെ ദേവസ്വം ബോർഡ് ഫ്രീ ആയിട്ട് ഓടിക്കുന്നത് പഴനിയിൽ. അപ്പം അതിന് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഇറങ്ങാൻ പറ്റും. അത് തികച്ചും സൗജന്യമാണ്. ദേവസ്വം ബോർഡിൻ്റെ ഇതിൽ ഓടുന്നത് കൊണ്ട് തികച്ചും സൗജന്യമാണ്. പക്ഷേ നമ്മളത് ഭയങ്കര ഭക്തജന തിരക്കായ ഉള്ളതുകൊണ്ട് നമുക്കതിനകത്ത് കയറി യാത്ര ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം നമ്മൾ നോക്കി നിൽക്കുകയൊക്കെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ. ഒരു മിനിറ്റോ 2 മിനിറ്റോ താമസത്തിൽ നമുക്ക് വണ്ടിയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കത് നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കയറി പോകാം. ഇല്ല